ഒരു സമാന്തര ശ്രേണിയുടെ മൂന്നാമത്തെ ടേം 26ഉം എട്ടാമത്തെ ടേം 61മാണ്. ചോദ്യം 1 പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. അപ്പോൾ ഈ ഒരു ശ്രേണിയുടെ പൊതുവ്യത്യാസത്തെയാണ്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള രണ്ട് ടേം ആണെങ്കിൽ നമുക്ക് പൊതുവ്യത്യാസം കാണാൻ എന്ത് ചെയ്താൽ മതി? അവ തമ്മിൽ കുറച്ച് നോക്കിയാൽ മതി അല്ലേ? രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേമിൽ കുറച്ച് നോക്കിയാൽ. പക്ഷേ ഇവിടെ മൂന്നാമത്തെ ടേമും എട്ടാമത്തെ ടേമാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഡി കാണാൻ നിങ്ങളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, അതായത് ടേമുകൾ തമ്മിൽ കുറയ്ക്കുക. 61 മൈനസ് 26 ബൈ പൊസിഷൻ ഡിഫറൻസ്, അവയുടെ പൊസിഷനുകൾ തമ്മിൽ കുറയ്ക്കുക. 61 എട്ടാമത്തെ ടേമാണ്, 26 മൂന്നാമത്തെ ടേമാണ്. സോ 8 മൈനസ് 3. 61 26 കുറച്ചാൽ എത്ര വരും? 35 വരും അല്ലേ? 8 3 പോയാൽ 5, 35/5 എത്രയാണ്? 7. സോ കോമൺ ഡിഫറൻസ് 7 എന്ന് വന്നു. ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ നോക്കാം. റൈറ്റ് ദ ഓൾജിബ്രായിക് ഫോം ഓഫ് ദി സീക്വൻസ്. അപ്പോൾ ഓൾജിബ്രായിക് ഫോം എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം? xn = dn + f - d എന്നാണ് പഠിച്ചേക്കുന്നത് അല്ലേ? സോ എഫ് കൂടെ അറിയണം. അപ്പോൾ എഫ് എങ്ങനെ കണ്ടുപിടിക്കാം? മൂന്നാമത്തെ ടേം 26 അല്ലേ? മൂന്നാമത്തെ ടേം 26, കോമൺ ഡിഫറൻസ് 7. അപ്പോൾ തൊട്ട് മുമ്പത്തെ ടേം കാണാൻ 26 ൽ 7 കുറച്ചാൽ മതി. 26 ൽ 7 കുറച്ചാൽ 19. അതിന് മുമ്പത്തെ ടൈം കാണാൻ ഒരു വട്ടം കൂടെ 7 കുറച്ചത് അല്ലേ? സോ 12. മൂന്നാമത്തെ ടൈം 26, രണ്ടാമത്തെ ടൈം 19, ഒന്നാമത്തെ ടൈം 12. സോ നമുക്ക് എഫ് എത്രയാണ്? 12, ഡി എത്രയാണ്? 7. ഇനി ഇതിവിടെ നിന്ന് ഇട്ട് കൊടുക്കാം. 7n + f - d. 12 - 7. 12 - 7 എത്ര? 5. സോ 7n + 5 എന്നാണ് ഇതിൻ്റെ എന്ത്? ഓൾജിബ്രായിക് ഫോം. ഇനി ക്വസ്റ്റ്യൻ സിയിൽ ചോദിക്കുന്നത് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 15 ടൈം ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് 15 ടൈമിൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം x1 പ്ലസ് ലാസ്റ്റ് ടൈം, അതായത് ഇവിടുത്തെ ലാസ്റ്റ് ടൈം 15 ടൈമിൻ്റെ സമ്മ ചോദിക്കുന്നത് അല്ലേ? സോ x15. ഇപ്പോൾ n 15/2 ഇൻറ്റു x1 നമുക്കറിയാം ഫസ്റ്റ് ടൈം, അതായത് 12 പ്ലസ് x15 15ാമത്തെ ടൈം. 15ാമത്തെ ടൈം കാണാൻ നമുക്കിവിടെ ഓൾജിബ്രായിക് ഫോം ഉണ്ടല്ലേ? അവിടെ n പകരം 15 എന്നിട്ട് കൊടുത്താൽ മതി. അപ്പം 7 × 15 + 5. 7 × 15 എത്ര വരും? 105. 105 5ഉം 110 അല്ലേ? സോ 15ാമത്തെ ടൈം, അതായത് 110 ഇവിടെ ഇട്ട് കൊടുക്കുക. 15/2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വെട്ടാൻ പറ്റില്ല. സോ ഞാൻ തൽക്കാലം 15/2 അവിടെ ഇട്ടു. ഇൻറ്റു 12 + 110 122. ഇപ്പോൾ നമുക്ക് ഇതിനെ രണ്ടിനും കൂടെ വെട്ടാം. 61 വരും അല്ലേ? 122നെ 2 കൊണ്ട് വെട്ടിയാൽ 61 വരും. അപ്പം ആൻസർ 15 × 61 ഗുണിക്കുമ്പോൾ എത്ര കിട്ടുമോ അതാണ് ഇവിടുത്തെ ആൻസർ. സോ 915 ആണ് ഇതിൻ്റെ ആദ്യത്തെ 15 ടേമുകളുടെ തുക.